നമസ്കാരം, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഹീറ്റ് സർപ്ലസ് സോൺ അഥവാ അധികം ചൂട് ലഭിക്കുന്ന എന്ന പ്രദേശം എന്നാണ് കേരളം ഭൂമിശാസ്ത്രപരമായി അറിയപ്പെടുന്നത്. ഉഷ്ണമേഖലാ കാലാവസ്ഥയുടെ ഈറ്റില്ലമായ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഹിമാലയൻ സംസ്ഥാനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ മരം കോച്ചുന്ന തണുപ്പ് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും. എന്നാൽ ഇത്തവണ സംഭവിച്ചത് അതാണ്. കേരളത്തിലെ ഉയർന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി, വയനാട് ജില്ലകൾ അസാധാരണമായ ഒരു ശീതതരംഗത്തിന്റെ പിടിയിലാണ്. ഇതൊരു സാധാരണ തണുപ്പല്ല. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ സാധാരണയായി വാർഷിക കുറഞ്ഞ താപനില ഏകദേശം 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ താഴേക്ക് പോകാറില്ല. എന്നാൽ ഇത്തവണ സംഭവിച്ചത് നോക്കൂ. മൂന്നാറിൽ 9.4 ഡിഗ്രി സെൽഷ്യസ്, വട്ടടയിൽ 9.7 ഡിഗ്രി സെൽഷ്യസ്, കുണ്ടടറാം പരിസരത്ത് 7.5 ഡിഗ്രി സെൽഷ്യസ്. താപനില ഒറ്റയക്കത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളം ഇത്രയധികം തണുത്തുറയുന്നത്? ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. കേരളത്തിലെ ഈ അതിശൈത്യത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം സാധാരണയായി എങ്ങനെയാണ് ചൂട് നിലനിർത്തുന്നത് എന്ന് നാം അറിയണം. ഈ അടിസ്ഥാന ശാസ്ത്രം മനസ്സിലാക്കിയാൽ മാത്രമേ ഇപ്പോഴത്തെ പ്രതിഭാസത്തിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ പ്രക്രിയയെ നമുക്ക് 3ആയി തരംതിരിക്കാം. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം. ഭൂമി ഊർജ്ജം ആഗിരണം ചെയ്യുന്നു, അത് തിരികെ നൽകുന്നു. ഹരിതഗൃഹ പ്രഭാവം. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ഭൂമിയിലേക്ക് എത്തുന്നത് ഷോർട്ട് വേവ് റേഡിയേഷൻ അഥവാ ഹ്രസ്വ തരംഗങ്ങൾ ആയാണ്. ഇവയ്ക്ക് ഉയർന്ന ഫ്രീക്വൻസിയും ഉയർന്ന ഊർജ്ജവുമുണ്ട്. ഈ ഉയർന്ന ഊർജ്ജം കാരണം നമ്മുടെ അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ഇവയെ തടഞ്ഞു നിർത്താൻ കഴിയാതെ വരുന്നു. അതിനാൽ ഈ ഊർജ്ജം നേരിട്ട് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കാതെ കടന്നുപോകുന്നു. ഭൂമി ഊർജ്ജം ആഗിരണം ചെയ്യുന്നു, തിരികെ നൽകുന്നു. സൂര്യനിൽ നിന്നുള്ള ഈ ഹ്രസ്വ തരംഗങ്ങളെ ഭൂമിയുടെ ഉപരിതലം ആഗിരണം ചെയ്യുകയും അതിലൂടെ ചൂടുപിടിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് ചൂടുപിടിച്ച ഭൂമി ഈ ഊർജ്ജത്തെ ലോങ് വേവ് ടെറസ്ട്രിയൽ റേഡിയേഷൻ അഥവാ ദീർഘതരംഗങ്ങളായി പുറത്തേക്ക് വിടുന്നു. ഇവയുടെ പ്രത്യേകത ഇവയ്ക്ക് കുറഞ്ഞ ഫ്രീക്വൻസിയും കുറഞ്ഞ വേഗതയും ഊർജ്ജവുമാണ്. ഹരിതഗൃഹ പ്രഭാവം. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങൾ, പ്രധാനമായും നീരാവി, ഭൂമി പുറത്തുവിടുന്ന ഈ കുറഞ്ഞ ഊർജ്ജമുള്ള ദീർഘതരംഗങ്ങളെ ബഹിരാകാശത്തേക്ക് പോകാതെ എളുപ്പത്തിൽ പിടിച്ചെടുത്ത് തടഞ്ഞു നിർത്തുന്നു. ഇങ്ങനെ പിടിക്കപ്പെടുന്ന ചൂട് കൊണ്ടാണ് നമ്മുടെ അന്തരീക്ഷം, പ്രത്യേകിച്ച് അതിന്റെ താഴത്തെ ഭാഗങ്ങൾ ചൂടായി നിൽക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ സൂര്യനല്ല, മറിച്ച് ഭൂമിയുടെ ഉപരിതലമാണ് നമ്മുടെ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്ന പ്രധാന ഉറവിടം. അപ്പോൾ ഈ ചൂട് തടഞ്ഞു നിർത്തുന്ന പ്രക്രിയയിൽ ഏതെങ്കിലും തടസ്സമുണ്ടായാൽ എന്ത് സംഭവിക്കും? അന്തരീക്ഷത്തിലെ താപനില വളരെ വേഗത്തിൽ താഴേക്ക് പോകും. കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതും അതുതന്നെയാണ്. കേരളത്തിലെ ഈ അതിശൈത്യത്തിന് ഒറ്റപ്പെട്ട ഒരു കാരണമല്ല ഉള്ളത്, മറിച്ച് നിരവധി പ്രാദേശിക ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് താപനില ഇത്രയധികം താഴാൻ കാരണമായത്. തെളിഞ്ഞ ആകാശം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പകൽ സമയത്ത് ഭൂമി സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ആഗിരണം ചെയ്ത് ചൂടായി മാറുന്നു. പലപ്പോഴും ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ദിവസത്തെ ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തുന്നത്. രാത്രിയിൽ ഈ ചൂട് ഭൂമി പുറത്തേക്ക് വിടുന്നു. സാധാരണയായി ആകാശത്തിലെ മേഘങ്ങൾ ഒരു പുതപ്പ് പോലെ പ്രവർത്തിച്ച് ഈ ചൂട് ബഹിരാകാശത്തേക്ക് പോകാതെ തടഞ്ഞു നിർത്തും. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ മലയോരങ്ങളിൽ ആകാശം പൂർണ്ണമായും മേഘരഹിതമാണ്. ഇത് കാരണം പകൽ ആഗിരണം ചെയ്ത ചൂട് രാത്രിയിൽ വളരെ എളുപ്പത്തിൽ നഷ്ടപ്പെടുന്നു. ഈ പ്രതിഭാസത്തെ റേഡിയേറ്റീവ് കൂളിംഗ് എന്ന് പറയും. കുറഞ്ഞ ഈർപ്പം. അന്തരീക്ഷത്തിലെ നീരാവി ഒരു പ്രധാന ഹരിതഗൃഹവാതകമാണ്. വായുവിൽ ഈർപ്പം കൂടുന്തോറും ചൂട് പിടിച്ചു നിർത്താനുള്ള കഴിവ് കൂടും. എന്നാൽ ഇപ്പോഴത്തെ വരണ്ട കാലാവസ്ഥ കാരണം അന്തരീക്ഷത്തിൽ നീരാവിയുടെ അളവ് വളരെ കുറവാണ്. ഇത് ചൂട് വേഗത്തിൽ നഷ്ടപ്പെടാൻ ഇടയാക്കുന്നു. ദിത്വ ചുഴലിക്കാറ്റിന്റെ അനന്തരഫലം, പോസ്റ്റ് സൈക്ലോൺ ദിത്വ എഫക്ട്. അടുത്തിടെ വീശിയടച്ച ദിത്വ ചുഴലിക്കാറ്റ് അവസാനിച്ചതോടെ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ചുഴലിക്കാറ്റ് എന്നത് മേഘങ്ങളും മഴകളുമുള്ള ഒരു ന്യൂനമർദ്ദ സംവിധാനമാണ്. അത് അവസാനിച്ചപ്പോൾ നേരെ വിപരീതമായി സ്ഥിരതയുള്ളതും മേഘരഹിതവുമായ ഒരു ഉച്ചമർദ്ദ അഥവാ ആന്റി സൈക്ലോണിക് സാഹചര്യം രൂപപ്പെട്ടു. ഇത് തെളിഞ്ഞ ആകാശത്തിനും പെട്ടെന്നുള്ള താപനഷ്ടത്തിനും വഴിയൊരുക്കി. ഏത് രാജ്യമാണ് ഈ ചുഴലിക്കാറ്റിന് ദിത്വ എന്ന പേര് നൽകിയെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഉത്തരം കമന്റിൽ അറിയിക്കൂ. മൂന്നാർ പോലുള്ള ഹിൽ സ്റ്റേഷനുകളിൽ തണുപ്പ് കൂടാൻ കാരണം അവയുടെ ഉയരവും ഒരു പ്രധാന കാരണമാണ്. ഉയരം കൂടുന്തോറും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കുറയുന്നു. ഇത് വായുവിന്റെ സാന്ദ്രത കുറയാൻ കാരണമാകുന്നു. സാന്ദ്രത കുറഞ്ഞ നേർത്ത വായുവിൽ ചൂട് പിടിച്ചു നിർത്താൻ കഴിവുള്ള നീരാവി, പൊടിപടലങ്ങൾ, മറ്റ് ഹരിതഗൃഹവാതകങ്ങൾ എന്നിവയുടെ അളവ് കുറവായിരിക്കും. അതിനാൽ സമതലങ്ങളെ ഉപേക്ഷിച്ച് ഉയർന്ന പ്രദേശങ്ങൾ വളരെ വേഗത്തിൽ തണുക്കുന്നു. ചുരുക്കത്തിൽ ഈ പ്രാദേശിക ഘടകങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചതാണ് കേരളത്തിലെ മലയോരങ്ങളെ തണുപ്പിൽ മരവിപ്പിച്ചത്. പലരും സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉത്തരേന്ത്യയിൽ ഇപ്പോൾ കനത്ത ശൈത്യമാണ്. അവിടെ നിന്നുള്ള തണുത്ത കാറ്റ് കേരളത്തിലേക്കെങ്ങാനും എത്തിയതാണോ ഈ തണുപ്പിന് കാരണം? ഒറ്റ നോട്ടത്തിൽ ശരിയാണെന്ന് തോന്നാമെങ്കിലും ഭൂമിശാസ്ത്രപരമായി അത് അസാധ്യമാണ്. അതിനുള്ള പ്രധാന കാരണം നമ്മുടെ പശ്ചിമഘട്ടമാണ്. വടക്കു നിന്നും വീശുന്ന തണുത്ത കാറ്റിനെ തടഞ്ഞു നിർത്തുന്ന ഒരു കൂറ്റൻ കാലാവസ്ഥാ മതിലാണ് പശ്ചിമഘട്ടം. ഈ മലനിരകൾ ഉത്തരേന്ത്യൻ ശീതക്കാറ്റിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് തുളച്ചു കയറുന്നത് ഫലപ്രദമായി തടയുന്നു. എന്നാൽ ഒരു ചെറിയ സ്വാധീനം മറ്റൊരിടത്തു നിന്നുണ്ട്. പാലക്കാട്, പൂനെ തുടങ്ങിയ പ്രദേശങ്ങളിലെ താപനില കുറയാൻ കാരണം പശ്ചിമഘട്ടങ്ങളിലെ വിടവുകളിലൂടെ, അതായത് പാലക്കാട് ചുരത്തിലൂടെ തമിഴ്നാട്ടിൽ നിന്നും വീശുന്ന തണുത്തതും വരണ്ടതുമായ കാറ്റാണ്. ഇത് തികച്ചും ഒരു മൈക്രോ ക്ലൈമറ്റ് പ്രതിഭാസമാണ്. അതുകൊണ്ട് വ്യക്തമാക്കാം, കേരളത്തിലെ ഈ കടുത്ത തണുപ്പ് പുറത്തു നിന്നുള്ള ശീതക്കാറ്റ്
ചുഴലിക്കാറ്റിന്റെ ഫലമല്ല, മറിച്ച് പൂർണ്ണമായും പ്രാദേശികവും സൂക്ഷ്മവുമായുള്ള കാലാവസ്ഥാ ഘടകങ്ങളാണ്. ഈ അസാധാരണ കാലാവസ്ഥയുടെ കാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇത് കേവലം ഒരു കാലാവസ്ഥാ കൗതുകം മാത്രമല്ല, കേരളത്തിന്റെ കാർഷിക സാമ്പത്തിക മേഖലയ്ക്ക് ഒരു വലിയ ഭീഷണി കൂടിയാണ്. താപനില 0 അടുത്തേക്ക് എത്തുമ്പോൾ മഞ്ഞ് വീഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. ഇത് വിളകളെ, പ്രത്യേകിച്ച് ലോലമായ ചെടികളെ നശിപ്പിക്കും. ഈ തണുപ്പ് ഏറ്റവും അധികം ബാധിക്കുന്നത് തേയിലത്തോട്ടങ്ങളെയാണ്. ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകുവാൻ ഇത് കാരണമാകും. അതോടൊപ്പം ഈ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന ബീൻസ്, ഉരുളക്കിഴങ്ങ്, സ്ട്രോബെറി തുടങ്ങിയ വിളകളും നാശത്തിന്റെ വക്കിലാണ്. കാർഷിക ഉൽപാദനത്തിൽ കാര്യമായ നഷ്ടം സംഭവിക്കുന്നത് വിപണിയിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ഈ പ്രത്യാഘാതങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാലാവസ്ഥയിലെ ചെറിയ മാറ്റങ്ങൾ പോലും എത്രത്തോളം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ കേരളത്തിലെ മലയോരങ്ങളിലെ അതിശൈത്യത്തിന് പിന്നിൽ തെളിഞ്ഞ ആകാശം, വരണ്ട വായു, ചുഴലിക്കാറ്റിന് ശേഷമുള്ള സ്ഥിരമായ അന്തരീക്ഷം, പ്രദേശത്തിന്റെ ഉയരം തുടങ്ങിയ ഘടകങ്ങളെ ഒരു സംയോജിത പ്രവർത്തനമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പ്രാദേശിക പ്രതിഭാസത്തിന് ഒരു ആഗോള സന്ദേശവും ഉണ്ട്. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വ്യക്തമായ ഒരു സൂചനയാണ്. ചരിത്രപരമായി സ്ഥിരതയുള്ള കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ പോലും പ്രതീക്ഷിതവും അതിരൂക്ഷവുമായ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ഒരു ചുഴലിക്കാറ്റിന് ശേഷമുള്ള അന്തരീക്ഷ സ്ഥിതി ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ എത്രത്തോളം മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണെന്നതിന്റെ ഒരു കേസ് സ്റ്റഡിയായി ഇതിനെ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.